മോഹൻലാലിന് പിണറായി വിജയൻ്റെ ഈ ആവശ്യം തിരസ്കരിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ വിശ്വസിക്കുന്ന മോഹൻലാൽ ബ്ലാക്ക് മെയിൽഡാണ്. അവിടെ പോയി ഇന്ന് തത്ത ചോദിക്കുന്ന പോലെ പാരറ്റിംഗ് എന്നാണ്, പാരറ്റിംഗ്, തത്ത ചോദിക്കുന്ന പോലെ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുക, അഭിനയിക്കുകയും മോഹൻലാൽ ചെയ്തതോടുകൂടി മോഹൻലാലിൻ്റെ പിന്തുണയിൽ വലിയ ഇടിവുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതിനെയും ഇപ്പോൾ മോഹൻലാൽ പിണറായി വിജയനെ വെള്ളപൂശാൻ നടത്തുന്നതിനെയും ബന്ധപ്പെടുത്തി ആളുകൾ ചിന്തിച്ചാൽ അവരെ കൂടെ ചിന്തിക്കുന്നുണ്ട്. പലരും അതേക്കുറിച്ച് പരോക്ഷമായി പറയുന്നുണ്ട്. നമസ്കാരം. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു മോഹൻലാൽ. പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് വരെ മലയാളികളുടെ ഒരു വികാരം തന്നെയായിരുന്നു മോഹൻലാൽ. പക്ഷേ ചെറുതല്ലാത്തൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ മോഹൻലാലിനെ ഒരു വെറുക്കപ്പെട്ട രീതിയിലേക്ക് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കാരണം ക്ലിഫ് ഹൗസിൽ ചെന്ന് കുമ്മായമടിച്ച് പിണറായി വിജയനെ വെള്ളപൂശാൻ നോക്കി ഒരു അഭിമുഖം നടത്തിയത് കൊണ്ടാണ്. ഒരിക്കലും മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ, ഒരു കലാകാരൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. 10 വർഷം കേരളത്തെ അഗാധ ഗർത്തത്തിലേക്ക് എത്തിച്ച പിണറായി വിജയൻ്റെ ഭരണം, തുടർ ഭരണം ഉണ്ടാകാൻ വേണ്ടി കാണിച്ച ഒരു PR വർക്കിൻ്റെ ഭാഗം മാത്രമായിരുന്നു അത്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അഭിമുഖത്തെ കാണാൻ കഴിയുന്നത്? കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 അതുല്യ നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. മോഹൻലാൽ പിന്നെ സിനിമയിൽ എടുത്തണിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ അത് അവിസ്മരണീയവും അതുല്യവുമാണ്. നമുക്കറിയാം, മോഹൻലാലും മമ്മൂട്ടിയും ആണ് 10-40 വർഷക്കാലമായി കേരളത്തിൻ്റെ സിനിമാ രംഗം അടക്കി വാണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോഹൻലാൽ, കാരണം വലിയ തോതിൽ ജനപിന്തുണയുള്ള ഒരു മോഹൻലാൽ ഇത്രയേറെ വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്രയേറെ ജനവിരുദ്ധനായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന CPM-ൻ്റെ അണികൾ പോലും വെറുക്കുകയും അറക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഏതാണ്ട് അധികാരത്തിൽ നിന്ന് പോകും എന്ന് ഏതാണ്ട് ഒരു 99% ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. ഈ ബോധ്യമാകത്ത് ചിലപ്പോൾ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ചിലപ്പോൾ ആയിരിക്കും, ബാക്കിയുള്ളവർക്കെല്ലാം ബോധ്യം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ഒരു നടൻ, അയാൾ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോയി ഇതുപോലെ വെള്ളം പൂശിയത് സത്യത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വലിയ തോതിലൊരു വെറുപ്പും അറപ്പും മോഹൻലാലിനോട് തോന്നാൻ ഇടയാക്കി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മോഹൻലാലിനെ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ലല്ലോ ഇയാൾ ജനവിരുദ്ധനാണ്. അതെ, ഇയാൾ അധികാരത്തിൽ നിന്ന് പോകും എന്നുള്ള കാര്യവും മോഹൻലാലിന് അറിയാം. കാരണം കേരളത്തിലെ ഏത് ജനത്തിനും അറിയാവുന്നൊരു ഒരു ലളിത സത്യമാണ്. പിന്നെ നഴ്സറി കുട്ടികൾ പോലും അറിയാവുന്ന, കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധന്മാർ വരെ അറിയാവുന്നൊരു കാര്യമാണ് ഇയാൾക്ക് ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകും. പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ അതിലുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തൊക്കെയോ അപ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം, മോഹൻലാലിന് ഇതിൽ നിന്ന് ഒഴിവാകാമായിരുന്നു എന്തെങ്കിലും കാരണം. മോഹൻലാലിന് ഒഴിവാകാന്ന് പറയുമ്പം പിന്നെ രാഷ്ട്രീയ രംഗത്ത് ഒരു അതികായനാണ് പിന്നെ പിണറായി വിജയനെങ്കിൽ സിനിമാ രംഗത്ത് ഒരു അതികായനാണ് മോഹൻലാൽ. അല്ല, ഒരുപക്ഷെ പിണറായി വിജയനേക്കാളും പിന്തുണ കൂടുതൽ മോഹൻലാലല്ലേ? ആണല്ലോ. അതെ. അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയൻ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ, രാഷ്ട്രീയത്തിൽ നിന്ന് തീരാൻ പോകുന്ന, രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോകുന്ന ഇയാൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ പിണറായി വിജയനേക്കാൾ ജനപിന്തുണയുള്ള, ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയുള്ള മോഹൻലാൽ അത് തിരസ്കരിക്കും എന്നായിരുന്നു നമ്മളുടെ ധാരണ. എന്നാൽ അത് തിരസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ പോയിരുന്ന് ഈ അഭിമുഖം സംവിധാനം ചെയ്യുന്നവർ പറഞ്ഞു കൊടുക്കുന്ന, പിണറായി വിജയനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങൾ അവിടെ പോയി ഇന്ന് തത്ത ചോദിക്കുന്ന പോലെ പാരറ്റിംഗ് എന്നാണ്, പാരറ്റിംഗ്, തത്ത ചോദിക്കുന്ന പോലെ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുക, അഭിനയിക്കുകയും മോഹൻലാൽ ചെയ്തതോടുകൂടി മോഹൻലാലിൻ്റെ പിന്തുണയിൽ വലിയ ഇടിവുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മോഹൻലാൽ അതുപോലൊരു സാഹസത്തിന് തയ്യാറായത്? സാഹസം എന്നേ ഇനി പറയാൻ കഴിയുള്ളൂ. മോഹൻലാലിൻ്റെ പിന്തുണയിൽ ഒരുപാട് കുറവുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുപോലെ ജനവിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ സോപ്പിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം എന്തിന് മോഹൻലാൽ നടത്തി എന്നുള്ളത് വളരെ ദുരൂഹമായിട്ട് നമുക്ക് തോന്നാം. വളരെ ഇൻട്രീഗിങ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മോഹൻലാലിന് പിണറായി വിജയൻ്റെ ഈ ആവശ്യം തിരസ്കരിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരും. നമുക്കറിയാം, മോഹൻലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പ് നമ്മൾ കേട്ടതാണ്. അനക്കൊമ്പ് വിഷയത്തിലൊക്കെ അനക്കൊമ്പ് വിഷയം അവിടെ നിൽക്കട്ടെ, നമുക്കതിലേക്ക് വരാം. അതിന് മുമ്പ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത് കേട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാലോ, 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ സിനിമാ രംഗത്തുള്ള അനഭിലഷണീയമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച്, സിനിമാ രംഗത്തുള്ള സ്ത്രീപീഡനം, സിനിമാ രംഗത്തുള്ള തൊഴിൽ ചൂഷണം, ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 1ാം പിണറായി സർക്കാർ ഒരു കമ്മീഷൻ നിയമിച്ചു. അതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ജസ്റ്റിസ് ഹേമ ഹൈക്കോടതിയിലൊരു ന്യായാധിപയായിരുന്നു. അതിൽ KB വത്സലകുമാരി എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് ബ്യൂറോക്രാറ്റും ശാരദ എന്ന് പറഞ്ഞ നടിയും അടങ്ങുന്ന ഒരു 3-അംഗ കമ്മിറ്റി. ആ 3-അംഗ കമ്മിറ്റി ഏതാണ്ട് 1 വർഷം 1.5 വർഷം മറ്റും എടുത്ത് വളരെ വിശദമായി ഈ മേഖലയെക്കുറിച്ച് പഠിച്ച് അവർ റിപ്പോർട്ട് ഒന്ന് AK ബാലൻ്റെ കയ്യിലോ മറ്റാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അതോ പിണറായി ഉണ്ടായിരുന്നില്ല? AK ബാലൻ്റെ കയ്യിലല്ലേ? AK ബാലൻ എന്ന് മന്ത്രിയല്ലല്ലോ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അല്ലല്ല, റിപ്പോർട്ട് സമർപ്പിച്ച 1ാം പിണറായി സാംസ്കാരിക മന്ത്രി. അതെ അതെ, പിണറായിൻ്റെ സാന്നിധ്യത്തിൽ AK ബാലൻ അത് മേടിച്ചു. പക്ഷേ മേടിച്ചെങ്കിലും ആ 4-5 വർഷക്കാലം അത് പൂഴ്ത്തി വെച്ചു, പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരാതിരുന്നപ്പോൾ തന്നെ സിനിമാ രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീപീഡനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പൂഴ്ത്തി വെച്ചിരിക്കുന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായത്. പക്ഷേ അത് ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് അതിലെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ പുറത്തുനിന്നുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികളുണ്ടായി. സിനിമാ രംഗത്തുള്ള പല പ്രമുഖരായിട്ടുള്ള നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീപീഡനങ്ങൾ, 10-25ഓളം സ്ത്രീകൾ അതിനകത്ത് മൊഴി കൊടുത്തു, സിനിമാടിമാർ മൊഴി കൊടുത്തു. അത് വലിയ വിവാദം വന്നിട്ടുണ്ട്. ആ വിവാദങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഇടയിലാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ത്രീപീഡന വിഷയങ്ങളെ സംബന്ധിച്ചും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു എന്നുള്ള ആരോപണം നമ്മൾ കേട്ടത്. അത് പക്ഷേ ആരോപണത്തിൻ്റെ മേഖലയിൽ മാത്രമേ നിലനിന്നുള്ളൂവെങ്കിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും അന്ന് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് വന്ന ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഉണ്ടാക്കിയിരുന്നു. അന്ന് പരോക്ഷമായി തന്നെ പലരും സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഈ ഒരു വിഷയത്തെ കുറിച്ച്. അപ്പോൾ അന്ന് ഉയർന്നു വന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുന്നില്ല? അതിന് തൃപ്തികരമായിട്ടുള്ള മറുപടി ഭരണകൂടത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ കഴമ്പില്ലായിരുന്നുവെങ്കിൽ സർക്കാരിന് ഈ റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിക്കാമായിരുന്നു, ഒരു വശത്ത്. 2, ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ മോഹൻലാൽ ആശുപത്രിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മോഹൻലാൽ ഒരു പത്രസമ്മേളനം നടത്തിയൊക്കെ ഓർമ്മയില്ല. മോഹൻലാൽ ഭയങ്കര പരിശീലനായിട്ട് കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നു. മോഹൻലാൽ വലിയ തോതിൽ അന്ന് പ്രതിരോധത്തിലാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെയും ഇപ്പോൾ മോഹൻലാൽ പിണറായി വിജയനെ വെള്ളപൂശാൻ നടത്തുന്നതിനെയും ബന്ധപ്പെടുത്തി ആളുകൾ ചിന്തിച്ചാൽ അവരെ കൂടെ ചിന്തിക്കുന്നുണ്ട്. പലരും അതേക്കുറിച്ച് പരോക്ഷമായി പറയുന്നുണ്ട്. പക്ഷേ ഒരു അടിയന്തരാവസ്ഥ, പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് പലരും പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതൊരു തോന്നലുണ്ടാകാം. കാരണം മമ്മൂട്ടിയുമായിട്ടാണ് പിണറായി വിജയൻ കൂടുതൽ അടുപ്പം. മോഹൻലാൽ ഇത്തരം കുരുക്കുകളിലും ചെന്ന് വീഴാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ഭരണമാറ്റം വേണമെന്നും പിണറായി വിജയനെ ധർമ്മടത്തേക്ക് കെട്ടുകെട്ടിക്കണമെന്നും കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ചിരിക്കുന്ന ഈ സമയത്ത് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ വന്ന് ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മോഹൻലാൽ ഭയപ്പെടുന്ന എന്തോ ഉണ്ട് എന്നുള്ളത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആരോപണമാണത്. കാരണം അല്ലെങ്കിൽ മോഹൻലാൽ വന്നിട്ട് പറയണമായിരുന്നു അത് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കണം. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായി പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മോഹൻലാൽ ആകെ പ്രതിരോധത്തിലാകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ വിശ്വസിക്കുന്ന മോഹൻലാൽ ബ്ലാക്ക് മെയിൽഡാണ്.
എന്തുകൊണ്ടായിരിക്കും? അതുകൊണ്ട് അല്ല ഇത് ഈ സംഭവത്തിൽ കാരണം ഇത് അതൊന്നും രണ്ട് മോഹൻലാൽ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ച കേസ് കോടതി കിടപ്പുണ്ട്. ആ കേസിലെല്ലാം തന്നെ ആ കേസ് റെഫർ ചെയ്യണമെന്നാണ് ഈ സംസ്ഥാന വനം വകുപ്പ് കോടതിയിൽ ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? പക്ഷെ അതെന്തോ കോടതി വിധിയുടെ ഭാഗമായത് ഇപ്പം പിന്നെ തള്ളപ്പെട്ട് പോയിട്ടില്ല കേസ്. അപ്പം ഈ രണ്ട് വിഷയങ്ങളിലും മോഹൻലാൽ പ്രതിരോധത്തിലാണ്. ഈ പ്രതിരോധത്തിലായതുകൊണ്ടാണ് മോഹൻലാൽ ഇതുപോലൊരു സാഹസത്തിന് ഇറങ്ങിയത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പ്, മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പിന്തുണ വലിയ തോതിൽ പിന്നെ ഇതിലൂടെ ഇടിഞ്ഞെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി മോഹൻലാൽ ഇയാളെ പിണറായി വിജയനെ അഭിമുഖ സംഭാഷണം നടത്താൻ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. മോഹൻലാൽ എന്തായിരുന്നു അവിടെ ചെയ്യേണ്ടിയിരുന്നത്? മോഹൻലാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മോഹൻലാൽ ചോദിക്കാമായിരുന്നു. അല്ല, ഇത് നേരത്തെ തന്നെ തയ്യാറാക്കി ഒരു നാടകമോ സിനിമയോ ഒക്കെ നാടകം ചെയ്യുന്ന പോലെ, സിനിമയാണെങ്കിൽ ആ സമയത്തുള്ളൊരു ഇതല്ല ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നാടകം പോലെ റിഹേഴ്സൽ നടത്തി ചെയ്തൊരു സംഭവമാണ്. മാത്രമല്ല സിനിമാറ്റോഗ്രാഫറായ അഴകപ്പനായിരുന്നു ക്യാമറ. ചോദ്യങ്ങൾ ആദ്യം പറയും ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ. ഒരു അഭിമുഖത്തിന് എന്തിനാണ് സംവിധാനം? ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവറോ ആരും ആയിക്കോട്ടെ, ഒരാൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ, ഒരു മാധ്യമപ്രവർത്തകനോ ആരും ആയിക്കോട്ടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിനെന്തിനാണ് ഒരു തയ്യാറെടുപ്പ്? അതായത് പല പല ചോദ്യങ്ങളും പല ആവർത്തി ചോദിച്ച് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ. ഇതൊരു സംസ്കൃത ശ്ലോകം പാടിക്കാൻ നോക്കിയിട്ട് അത് പറ്റാതെ വന്നു. ഇപ്പം പറയുന്ന നാവില് സംസ്കൃതം വഴങ്ങും. അപ്പം നമ്മളൊന്ന് ആലോചിക്കും. നമ്മളിപ്പോൾ എനിക്കൊന്ന് ഒരു 10-100 ഇന്റർവ്യൂകളെങ്കിലും ആയിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിന്റെ മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. കട്ടിൽ കയറുന്നു, കളിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുമ്പോഴാണ് ഈ വിഷയം എന്താണെന്ന് പോലും നമ്മൾ. എന്നാൽ സുമേഷ് നേരത്തെ ചോദിച്ച പോലെ ഒരു അഭിമുഖ സംഭാഷണം സംവിധാനം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്രിമമായിരുന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോ ഇതൊരു നാടകമായിരുന്നു. മോഹൻലാലിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ത് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ എന്ത് മറുപടി പറയണമെന്നുള്ളത് നേരത്തെ തീരുമാനം. പക്ഷേ എനിക്ക് ഒരു കാര്യം ബോധ്യം കേട്ടോ, മോഹൻലാലൊക്കെ പിണറായി വിജയന്റെ അഭിനയത്തിന് മുന്നിൽ താഴെ നിൽക്കും. അത് ഇന്നലത്തെ അഭിമുഖം കാണുമ്പോൾ അല്ല, അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് അതിനകത്ത്. അപ്പം എന്തായാലും ഇത് വളരെ കൃത്രിമമായിട്ടുള്ള, വളരെ പ്രീപ്ലാൻഡ് ആയിട്ടുള്ള അഭിനയമായിരുന്നു. പിണറായി വിജയൻ കൃത്രിമമായി ചിരിക്കാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അയാളുടെ എന്തോ ഒരു PR ഏജൻസിക്കാർ വന്നിട്ട് പറഞ്ഞു കൊടുത്ത പോലെ 2019 മറ്റോ നരേന്ദ്രമോദി അക്ഷയകുമാറുമായിട്ടൊരു അഭിമുഖ സംഭാഷണം നടത്തി പ്രതിച്ഛായ. എനിക്കിതിനകത്ത് അവസാനമായി പറയാനുള്ള ഒറ്റ കാര്യവും, പിണറായി വിജയൻ ഇതുപോലൊരു 1000 അഭിമുഖ സംഭാഷണങ്ങൾ നടത്തിയാൽ, 1000 നടന്മാരുമായി 1000 സ്ഥലത്തിരുന്ന് 1000 അഭിമുഖ സംഭാഷണം നടത്തിയാലും പിണറായി വിജയൻ്റെ പ്രതിച്ഛായയിൽ 1 ഇഞ്ച് 1 മില്ലിമീറ്റർ പോലും മെച്ചമുണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല. പിണറായി വിജയന് 1000 സോപ്പിട്ട് കുളിപ്പിച്ചാലും പിണറായി വിജയനെ കുറിച്ച് ആളുകൾക്കുള്ള വെറുപ്പും അറപ്പും പരിഹാസവും പുച്ഛവും ഒന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. 2026 മാർച്ച് കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരു മനസ്സോടുകൂടി പിണറായി ധർമ്മടത്തേക്കുള്ള ഒരു ടിക്കറ്റ്, അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ധർമ്മടത്തേക്ക് എനിക്ക് പോകണമെങ്കിൽ ഞാനാണല്ലോ ടിക്കറ്റ് എടുക്കുക. പക്ഷേ ഇത് കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പിണറായി വിജയൻ ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കും. എന്തിന്? ധർമ്മടത്തേക്ക് പോകാൻ. അതുകൊണ്ട് ഇതുകൊണ്ട് ആത്യന്തികമായി ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിൻ്റെ പ്രതിച്ഛായ കുത്തനെ ഇടിഞ്ഞു പാതാളത്തിലേക്ക് പോയി എന്നത് മാത്രമാണ് ഇതുകൊണ്ടുണ്ടായ നേട്ടം. പിന്നെ പാവപ്പെട്ട മോഹൻലാലിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, കാരണം അയാൾ ബ്ലാക്ക് മെയിൽഡാണ്. അയാൾക്കെതിരായിട്ടുള്ള പല സാധനവും ഗവൺമെൻറ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് അയാൾക്കത് ചെല്ലുമ്പം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് അടിസ്ഥാനപരമായ അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. ശരിക്കും പിണറായി വിജയൻ മോഹൻലാലോട്ട് ഇൻ്റർവ്യൂവിനെ നടക്കാൻ പാടില്ല. കാരണം പിണറായി വിജയൻ ആരാ? പിണറായി വിജയനല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ തലവനാണ്. ആ ഭരണഘടനാ തലവനായിട്ടുള്ള പിണറായി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെറ്റായ പരാമർശങ്ങൾ ഉണ്ട് എന്നുറപ്പുള്ള ആനക്കൊമ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും? 2 പീഡന കേസിൽ പെട്ട, കഞ്ചാവ് കേസിൽപ്പെട്ട വേടനെ ഇവർക്ക് ചേർത്ത് നിർത്താമെങ്കിൽ കല്യാണം അറിയിക്കാൻ. അല്ല, ഞാൻ പറഞ്ഞത് അതിനേക്കാളൊക്കെ പ്രധാനം ഇയാൾ നേരിട്ടിരുന്ന് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്നാണ്.
പിന്നെ രണ്ടാമത് ഇയാളെ സംബന്ധിച്ചത് ഇയാൾക്ക് ഉടുപ്പിൽ ലജ്ജയിൽ ഏതാണ്ട് ഒരു 10 കോടി രൂപ പിന്നെ PRD ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് എല്ലാ ചാനലുകളുടെയും 1 മണിക്കൂർ എയർ ടൈമാണ് വിലയ്ക്ക് വാങ്ങിച്ചത്. വിലയ്ക്ക് വാങ്ങിച്ചത്, മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല ഇതിൻ്റെ പരസ്യം മിണ്ടിയും പറഞ്ഞും ഇരുവർ എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം ഒരു 10 കോടി രൂപ എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ച് ഒരിക്കലും നന്നാവാത്ത ഇയാളുടെ പ്രതിച്ഛായ നന്നാക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ സത്യം? ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഇയാൾ ചെയ്യാത്ത ഏതാണ് ക്രിമിനൽ കുറ്റം? ഡാറ്റ ചോർത്തി, അത് ക്രിമിനൽ കുറ്റമല്ലേ? എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു ഇയാൾക്ക് ഇതുവരെ വീണ്ടും അത് കാണിച്ചുകൊണ്ട്. അല്ല, ഞാൻ പറഞ്ഞ അതിനൊന്നും ഞാനിതുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല. ഇതൊരു പ്രധാന സംഭവമായിട്ട് നമ്മൾ കാണണം. എന്താണ്? തൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ, അത് വൃത്തികേട് കാണിക്കുന്നുണ്ടെന്നുള്ള പറയാം. തൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ എൻ്റെയും നിങ്ങളുടെയും 10 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം പ്രതിഷേധാർഹവും അങ്ങേയറ്റം അപലപനീയവുമാണ്. ഇയാളുടെ പ്രതിച്ഛായ ഒരു 100% വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇയാളുടെ പ്രതിച്ഛായ ഒരു 1,00,000 തവണ താഴോട്ട് പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് വരെയുള്ള ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും ഇയാളെ നന്നാക്കാനും ഇയാളുടെ സർക്കാരിനെ നന്നാക്കാനും എന്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇയാളുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കൂ എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇയാളുടെ ഈ അഭിമുഖ സംഭാഷണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അഭിമുഖം കാണുന്ന എല്ലാവർക്കും അറിയാം. കാരണം മലയാളത്തിലെ എണ്ണം പറഞ്ഞ നല്ല ബാലൻ കെ നായർ ഉൾപ്പെടെയുള്ള KP ഉമ്മർ ഉൾപ്പെടെയുള്ള വില്ലന്മാരുണ്ട്. അവരൊക്കെ പിണറായി വിജയൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളത് ആ ഒരു അഭിനയം തെളിയിക്കുക. അദ്ദേഹത്തിന് എന്തായാലും സ്വഭാവവേഷങ്ങൾ വഴങ്ങില്ല, വില്ലൻ വേഷങ്ങളായിരിക്കും അദ്ദേഹത്തിന് വഴങ്ങുക. പക്ഷേ എത്ര തയ്യാറെടുപ്പോടുകൂടി, എത്ര റിഹേഴ്സലോട് കൂടിയാണ് ആ ഒരു അഭിമുഖം നടത്തിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, പൊതു ഖജനാവിൽ നിന്ന് ഈ പറയുന്നത് ശരിയാണെങ്കിൽ 10 കോടി രൂപ മുടക്കി. എന്തായാലും പണം കൊടുക്കാതെ നടക്കില്ലല്ലോ. മോഹൻലാലിന് പണം കൊടുത്തിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ പറയുന്ന ചാനലുകളുടെ ടൈം വിലയ്ക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ മറ്റ് തയ്യാറെടുപ്പ്, രാജീവ് കുമാറിനായിരുന്നാലും അഴകപ്പനായിരുന്നാലും ഒക്കെ പണം കൊടുക്കണമെങ്കിൽ എന്തായിരുന്നാലും പണം കൊടുക്കാൻ പിണറായി വിജയൻ പോക്കറ്റിൽ നിന്നിട്ട് കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്നതിൽ നിന്ന് പിഴയായും ഈ നികുതികളായും പിടിച്ചു പറിക്കുന്ന പൈസയാണ്. ഈ പറഞ്ഞ പിണറായി വിജയനെ ഇനി ഒരിക്കലും പിണറായി വിജയൻ നന്നാകാൻ പോകുന്നില്ല. ഇനി എത്രയൊക്കെ വെളുപ്പിച്ചാലും പിണറായി വിജയനെ വെളുപ്പിക്കാനാണ് ഈ ശ്രമങ്ങളൊക്കെ നടക്കുന്നത് എന്ന് സാധാരണക്കാരായ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, എങ്ങനെയും ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. ആരോ ഭരിച്ചോട്ടെ, കുഴപ്പമില്ല. ഇനി അടുത്ത തവണ LDF വന്നോട്ടെ, നമുക്ക് വിരോധമല്ല. പക്ഷേ എല്ലാവരും ഇതിനു മുമ്പ് രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു, അവരാരും ഇങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് പിണറായി വിജയനെ നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ കേസുകളിൽ പെടുത്തി വേട്ടയാടാം, അതൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല. പക്ഷേ കേരളത്തിലെ ഇത്രയും ജനങ്ങൾ നമുക്കിവിടെ അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി, ഒരു കമ്മിയുടെയും അടിമകളല്ലാതെ ഇവിടെ നമ്മളിവിടെ ജീവിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന പുല്ലരിയുന്ന, അതിന് ആ ചിഹ്നം പോലും പറയാൻ എനിക്ക് ഇഷ്ടമല്ല, ഒരു പുല്ലരിയുന്ന ഒരു കത്തിയുണ്ടല്ലോ, അതിൻ്റെ ആ അടയാളം ഒഴികെ നിങ്ങൾ വേറെ ഏതിനും വോട്ട് ചെയ്യുക. ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്.